ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മാൾ ഓഫ് ഒമാനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങൾ മാൾ ഓഫ് ഒമാനിൽ പോയി 18 റിയാലാണ് കേട്ടോ ഒരാൾക്ക്. ഓക്കെ, എന്നാലും വർത്താണ് കേട്ടോ. അവൾ എറിയുന്നുണ്ടോ? ഞങ്ങൾ തകർത്ത് അവിടെ പോയിട്ട് അവള് നമ്മളെ ഇത് കൊണ്ട് എറിഞ്ഞു. അതിൻ്റെ ഒരു വ്യൂ ആണ്. ഇതാണ് ബോളിൽ കൂടെ ഉരുണ്ട് വരുന്നത്. ഇത് ആദ്യം ഐസും ഉരുണ്ട് വന്നതാണ്. അവളുടെ ഊപ്പാട് വന്നത് കേട്ടോ. ചന്നം പിന്നെ ഉരുണ്ട് വന്നിട്ട് തറ ഏതാ കടൽ ഏതാന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരങ്ങണ്ട സ്ഥലകാല പോകുമ്പോഴൊന്നുമില്ല. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നമ്മൾ മോളൊപ്പം ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പിന്നെ ഹോട്ട് ഐസ്ക്രീം വീഡിയോ ഭാഗ്യത്തിന് ഞാൻ അവൾക്ക് മാത്രമേ എടുത്തുള്ളൂ. ഞാൻ നൈസായിട്ട് അവളെ ചിരണ്ടി ഞാനും കൂടെ പകുതി അതിനകത്ത് മേടിച്ചടിച്ചു. പിന്നെ ഇതിനകത്ത് ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. ഐസ് സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് സ്പെഷ്യൽ ടിക്കറ്റാണ്. അപ്പോൾ അവൾക്ക് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അവൾക്ക് ഇതിനും പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പിസ്സ മേടിച്ചിട്ട് കുഞ്ഞ് സൂപ്പറായിട്ട് ഇപ്പോൾ കഴിച്ച് കഴിച്ചു. പക്ഷേ 2 പീസ കഴിച്ചില്ല. അതിനുള്ള കഴിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം ഞാൻ കടിയനായിട്ട് ഞാൻ അറിഞ്ഞു. പിന്നെ സ്നോ മഴ അത് നമുക്ക് അതിനകത്ത് കയറി എൻജോയ് ചെയ്യാൻ പറ്റും. ഐസ് സ്കേറ്റിംഗ് ഉണ്ട് ഫസ്റ്റ്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഷീൽഡ് കൊടുത്തിട്ട് ആ ഷീൽഡ് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അത് പഠിക്കേണ്ട പിള്ളേർക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലാത്തവർക്ക് വേണം. അവർക്ക് ഭയങ്കര പേടിയുണ്ട്. അങ്ങനെ ഞാൻ അവർക്ക് വീട്ടിൽ കൊടുത്തിട്ട് ഇവള് കണ്ടേ ആദ്യം ഇതിനകത്തൊക്കെ നടന്ന് വരികയാണ്. പിന്നെ ഞാൻ അവൾക്ക് പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല, കൈയൊക്കെ വിട്ട് നടക്കാൻ പറഞ്ഞു. പേടിയെന്ന് പറഞ്ഞാൽ അന്യായ പേടി. ഞാൻ പുറത്തേക്ക് നിന്നുള്ള പ്രോത്സാഹനമാണ്. പക്ഷെ അബദ്ധമായിപ്പോയി. ഞാനും കൂടെ അങ്ങ് ടിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഞാൻ തകർത്ത് കൊടുത്തത്. പിന്നെ ഇതാണ് മോൾ ഓഫ് ഒമാൻ്റെ ഔട്ടറായിട്ടുള്ള. പക്ഷേ അവളെപ്പോഴും ഇപ്പോഴും അകത്ത് നിന്ന് ഐസ് സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ അകത്ത് നിന്ന് പിക്ചറൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അതോ വീണ്ടും വന്നു കണ്ട ഐസ് സ്കേറ്റിംഗ് ആദ്യം അവർ ആ ഷീറ്റ് വെച്ച് നടന്ന് പഠിച്ച് വരുന്നു. കറക്റ്റാ ഞാൻ പറഞ്ഞ ധൈര്യമായിട്ടൊന്നും കാരണം വീണ്ടും മുട്ടിടിക്കുക എല്ലാ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കണ്ട തകർത്ത് അവളത് പഠിച്ചെന്തായാലും. നിങ്ങളെന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ മസ്കറ്റ് വരുവാണെങ്കിൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഐറ്റമാണ് നമ്മൾ പെൻഗ്വിനെ കാണുന്നത്. പെൻഗ്വിനെ കാണാൻ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പെൻഗ്വിനുണ്ട്. അതിന് തീറ്റ കൊടുക്കുന്നത് നമ്മുടെ ചാള മീനാണ് ഈ പെൻഗ്വിൻ തിന്നുന്നതെന്ന് വെച്ചാൽ. അപ്പോഴാണ് പെൻഗ്വിനോടുള്ള മതിപ്പെനിക്ക് പോയത് കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. എൻ്റെ ഗബ്ബർ സിംഗ് മോഡലുള്ള ഫോട്ടോ ഇതിൽ കൂടെ നടന്നു വരുന്നു. ഞങ്ങൾ ഇതിനകത്ത് ഏതാണ്ട് 4-4.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അടിപൊളിയാണ്. ഇപ്പോൾ അവൾ കാത്തിരിക്കുന്നത് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാനാണ് അതിനകത്ത് ആ ഉണ്ടയ്ക്കകത്ത് കയറി വരാൻ പോകുന്നത്. വാപ്പി എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കും. നമ്മളാരാ മോൻ, നമ്മളവിടെ കയറി സ്പെഷ്യലായിട്ട് ഉണ്ടാകും. നമ്മൾ ഉരുണ്ട് വരുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഒരു ഇത് പഠിക്കാതെ നൈസായിട്ട് വരും. അപ്പോൾ അവൾ ചോദിക്കുന്നത് ഡാഡിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡാഡിയാണോ ഇത് ഇത്ര സ്മൂത്തായിട്ട് വരുന്നത്? അങ്ങനെ ഞാൻ വന്ന് എൻ്റെ വിക്ടറി കൊടി കാണിച്ചതിന് ശേഷമാണ് അവളെ മനസ്സിലാക്കിയത് ഇത് ഞാനാണ് പുറത്ത് വരുന്നത്. കണ്ടാ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, നമ്മുടെ മക്കളുമൊക്കെ ഇങ്ങനെയുള്ള പരിപാടി എടുക്കുന്നത്. ഞാനും ഒരു കുട്ടിയായത് ഇപ്പോഴാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ അവളെ കയറ്റി വിട്ടു. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ പഠിച്ച് അവൾ നൈസായിട്ട് എന്നാലും കുഴപ്പമൊന്നും വേണ്ട കേട്ടോ. ആരും എടുത്തിട്ട് ഇടിക്കുന്ന കണക്ക് അതിനകത്ത് കറങ്ങി വരുന്നത്. കറങ്ങി വന്നെന്തായാലും തറയെത്തി അവൾക്കുള്ള ഒരു വേദനകളും കാണിച്ചില്ല. പിന്നെ നമ്മളിങ്ങനെ കറങ്ങി വന്ന് അടുത്തൊരു റൈഡാണ്. ആ റൈഡിൽ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ പറയുന്നത്. ഞാനും കയറി വിട്ടില്ല കംപ്ലീറ്റ്. അവളെ ഏതൊക്കെ റൈഡിൽ കയറി അതിനകത്തൊക്കെ ഞാനും കയറി. ഞങ്ങൾ രണ്ടും കൂടെ തകർത്ത് തരിപ്പണാകി അവളെ മൊത്തം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു. പിന്നെ അവളിനി എനിക്ക് വേണ്ടി കാത്തിരിക്കുക. വീഡിയോ സൂമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. കാരണം ഈ എൻ്റെ വീഡിയോ എടുക്കുന്ന മൊത്തം എൻ്റെ മോളാണ് കേട്ടോ. അവൾക്ക് ഇതിനകത്ത് കുറിച്ചൊന്നും വലിയ പിടിപാടൊന്നുമില്ല. ഇനി പഠിപ്പിച്ചെടുക്കണം ഉണ്ടാക്കട്ടാ. ഞാൻ വളരെ സ്മൂത്തായിട്ട് വരുന്നത്. ഞാൻ എല്ലാത്തിനകത്ത് വിജയക്കുടി പാർച്ച വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അസുഖമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടൈറ്റാനിക് പോലൊരു കപ്പലുണ്ട്. കപ്പൽ മുങ്ങി ഐസിനകത്തിരുന്ന് എങ്ങനെ ഇരിക്കും. കാശ്മീരിലൊരു കപ്പൽ മുങ്ങി എങ്ങനെ ഇരിക്കുക അതാണ് കാര്യം. ആ കപ്പലിനകത്ത് കയറി ആ കപ്പലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതിനകത്ത് എല്ലാ സംഭവമുണ്ട്. അതിനകത്ത് കുറേ സ്വർണ്ണ പെട്ടികളിരിപ്പുണ്ട്. പിന്നെ ടൈറ്റാനിക് പോലുണ്ട്. ഞാൻ അവളെ വിളിച്ചത് ടൈറ്റാനിക്കിലെ ജാക്കും റോസും നിൽക്കാമെന്ന്. പക്ഷെ അവളൊന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ജാക്കായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗബ്ബർ സിംഗ് നിൽക്കുന്ന കണക്ക് ആ പണപ്പെട്ടിയിൽ ചവിട്ടിയിരിക്കുന്നു. പിന്നെ നങ്കൂരം തിരിക്കുന്നു. എന്തൊക്കെയോ പിടിച്ച് വലിക്കുന്നു. ഒന്നും അറിയാൻ വയ്യാണ്ട. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വർത്താണ്.
കാശ് കൊടുക്കുന്നതിനെന്തും പോണെങ്കിൽ മാൾ ഓഫ് ഒമാനിൽ കയറി സ്നോ മാളിൽ കയറണം മക്കളെ, തകർത്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.